Hello dears, welcome to NGS BEd classes. I'm Radhika. യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന കോഴ്സിന്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ വീഡിയോ ആണത്. അതായത് നമ്മളിവിടെ ഓപ്പൺ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് തന്നെ 10 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 70%, 75% ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ, ഈ 10 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. മാത്രമല്ല ഇതിന്റെ ഒരു ഭാഗമായിരിക്കാം ഒരുപക്ഷെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും കുറച്ച് ആൻസേഴ്സും എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ബിഗർ ബുക്കാണ് അല്ലെ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള 4 ടെക്സ്റ്റിനേക്കാളും കുറച്ചും കൂടെ കട്ടി കൂടിയൊരു ടെക്സ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് ടഫ് എന്ന് പറയാനായിട്ടുള്ള യോഗ ആണ് അതിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ന്യൂട്രീഷൻ, ഓരോ ഫുഡിലുള്ള ന്യൂട്രീഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ യോഗ നമുക്കറിയാം ഡിഫറെന്റ് ആസനാസ് ഞാൻ വീഡിയോയിലൊക്കെ എന്താ പറയാ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ആസനാസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ബോഡി പാർട്സ് ഏതൊക്കെ രീതിയിലാണ് മൂവ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോകൾ കാണാം. വേണമെങ്കിൽ ആ ആസനകളുടെ വീഡിയോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ യോഗ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അത് ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾസ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് അല്ലെ. ഫസ്റ്റ് എയ്ഡിന്റെ പ്രിൻസിപ്പിൾസ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ് ആൻഡ് ക്വാളിറ്റീസ്. അപ്പോൾ നമുക്കറിയാം എസ്സേ എഴുതുമ്പോൾ ഡിഫറെന്റ് പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ബോഡി പാരഗ്രാഫ്. സാധാരണയായിട്ട് 3 ബോഡി പാരഗ്രാഫ് ആണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച്, സബ് പോയിന്റ്സിനനുസരിച്ചിട്ട് പാരഗ്രാഫിന്റെ എണ്ണം കൂട്ടാം നമുക്ക്. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ സ്പേസ് ടൈം എന്നുള്ളത് നിങ്ങളെ കൺട്രോൾ ചെയ്യാം. അതായത് തന്നിട്ടുള്ള സ്പേസിൽ അല്ലെങ്കിൽ സ്ഥലം ഒരുപാട് എടുക്കാൻ പാടില്ല, ഇത്ര എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതർവൈസ് നമുക്ക് എന്താണ് സമയം തികയില്ല. അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം എഴുതുമ്പോൾ. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ്? മീനിങ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. First aid is the immediate and temporary care given to a person who becomes ill or injured before professional medical treatment is available. അതായത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അപകടമോ മുറിവോ ഒക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുന്നതിന് മുൻപ് നടത്തുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെ, പെട്ടെന്നുള്ള, പക്ഷെ അത് ടെമ്പററി ആണ്. കാരണം പ്രൊഫഷണൽ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിലോ ഡോക്ടറിന്റെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെമ്പററി കെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. The main aim is to preserve life, prevent the condition from worsening and promote recovery. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് ഉപയോഗിക്കുന്നത് അല്ലെ? അതായത് ലൈഫ് പ്രിസർവ് ചെയ്യാൻ, ഒരാളുടെ ജീവൻ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പൊ CPR ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. മാത്രമല്ല ഒരാള് അപകടം, ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ അയാളുടെ കണ്ടീഷൻ വേഴ്സൺ ആവാതിരിക്കാൻ ഫസ്റ്റ് എയ്ഡ് ഉപകരിക്കും. പെട്ടെന്ന് അയാള് രോഗം മാറി പൂർവ്വസ്ഥിതിയിൽ എത്താൻ ഫസ്റ്റ് എയ്ഡ് ഉപകരിക്കും ചിലപ്പോൾ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡിന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ? പ്രിസർവ് ലൈഫ് അല്ലെ, ജീവൻ നിലനിർത്തുന്നു, രക്ഷിക്കുന്നു. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് ദ വിക്ടിം. അതിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അതായത് വിക്ടിം പറഞ്ഞു വെച്ചാൽ ഈ ആക്സിഡന്റ് പറ്റിയ ആളുടെ ആ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രിവെന്റ് ഫർദർ ഇഞ്ചുറി, വീണ്ടും എന്താ പറയാ, ഇഞ്ചുറികൾ, മുറിവുകൾ ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കുന്നു.
അപ്പൊ ചില മുറിവുകളൊക്കെ പറ്റി വീണ്ടും അവർ ആ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നൊക്കെ മുറിവ് പറ്റാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ചതവ്, ഒടിവ് ഒക്കെ പറ്റും. ചിലപ്പോൾ ആളുകൾ എന്താണ് എല്ലാം കൊടിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് വകവെക്കാതെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ആ ഒരു എല്ല് കൂടുതൽ രീതിയിൽ പൊട്ടാനും ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ കാരണമാവും. Prevent the condition from becoming more serious by protecting the injured person and avoiding unnecessary movement. അല്ലെ? അപ്പം അവരെ കിടക്കാൻ പറയാ, അല്ലാതെ എണീറ്റ് നടക്കാനുള്ള പ്രാപ്തിയായിട്ടില്ലെങ്കിൽ എണീറ്റ് നടക്കരുത് എന്ന് പറയാം. ചിലപ്പോൾ തലയ്ക്കൊക്കെ ഇഞ്ചുറി ഉണ്ടെങ്കിൽ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെവിടെയെങ്കിലും വീണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. പ്രൊമോട്ട് റിക്കവറി, അല്ലെ? പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് കെയർ അണ്ടിൽ മെഡിക്കൽ അസിസ്റ്റൻസ് അറൈവ്സ്. അല്ലെ? ഇപ്പൊ മൊബൈൽ ICU ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ മെഡിക്കൽ ടീം എത്തുന്നവരെ അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് വരെ അവർ കെയർ ചെയ്യാം. പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. ക്വിക്ക് ആക്ഷൻ റെഡ്യൂസസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് ഇംപ്രൂവ് ചാൻസസ് ഓഫ് റിക്കവറി. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എപ്പോഴും ക്വിക്ക് ആക്ഷൻ ആയിരിക്കണം, പെട്ടെന്നാണ് ചെയ്യേണ്ടത്. ആലോചിച്ച് അപകടം പറ്റി കഴിഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്. എൻഷുർ സേഫ്റ്റി, അല്ലെ? ഒരു പേഴ്സന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നു. ചെക്ക് വെദർ ദ സറൗണ്ടിങ്സ് ആർ സേഫ് ബിഫോർ ഹെൽപ്പിംഗ്. അതായത് ഇപ്പൊ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി, അല്ലെ? ഇപ്പൊ ഒരു വാഹനമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ എന്താണ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടിട്ട് വേണം, സേഫ് ആയിട്ടുള്ള സറൗണ്ടിങ്ങിലൊക്കെ വേണം ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്. റീഅഷ്വർ ദ പേഷ്യന്റ്, അല്ലെ? അപ്പൊ ഒന്നാമത് മെന്റൽ കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഒന്നും പറ്റിയിട്ടില്ല, യു ക്യാൻ റിക്കവർ സൂൺ എന്നുള്ളത് പറഞ്ഞ് അവരെ എന്താ പറയാ കോൺഫിഡന്റ് ആണ്. സ്പീക്ക് കാംലി ആൻഡ് റിഡ്യൂസ് ഫിയർ ആൻഡ് ആൻസൈറ്റി, അല്ലെ? പതുക്കെ സംസാരിക്കുക. അതുപോലെ തന്നെ ആകെ പറഞ്ഞ് അവരെയും കൂടെ ബേജാറാക്കാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ നെഗറ്റീവ്ലി എഫക്ട് ദ ഹെൽത്ത് ഓഫ് ദ പേഷ്യന്റ്. ദെൻ സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊണ്ട് എല്ലാം ആയില്ല, അത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിലും മേ ബി ദാറ്റ് ഈസ് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടോ എന്നറിയാനായിട്ട് മെഡിക്കൽ ഹെൽപ്പ് തേടാവുന്നതാണ്. മെഡിക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് സേവ്സ് ഹ്യൂമൻ ലൈഫ്, അല്ലെ? ഒരു മനുഷ്യ ജീവൻ സംരക്ഷിക്കാൻ ഒരു പക്ഷെ ഫസ്റ്റ് എയ്ഡിന് സാധിച്ചേക്കാം. പ്രിവെന്റ്സ് കോംപ്ലിക്കേഷൻസ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഒരു രോഗിയെ, അപകടം പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് സാധിക്കാം. റെഡ്യൂസസ് പെയിൻ ആൻഡ് സഫറിങ്, അല്ലെ? കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പെയിനും അതുപോലെ തന്നെ സഫറിങ് ഒക്കെ ഇല്ലാതെയാക്കാൻ പറ്റും. പ്രൊമോട്ട്സ് ഫാസ്റ്റർ ഹീലിംഗ്. മാത്രമല്ല ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതുകൊണ്ട് വല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖം മാറാൻ കാരണമാവും. ബിൽഡ്സ് കോൺഫിഡൻസ് എമംഗ് പീപ്പിൾ. ആളുകളെ കോൺഫിഡന്റ് ആക്കുന്നതിലൂടെ, എൻകറേജ് ചെയ്യുക, അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ രോഗികൾ കൂടുതൽ കോൺഫിഡന്റ് ആവുന്നു. റെഡ്യൂസസ് റിക്കവറി ടൈം, അല്ലെ? അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അസുഖം മാറാൻ സഹായിക്കുന്നു. ഹെൽപ്സ് മാനേജ് എമർജൻസീസ് ഇഫക്റ്റീവ്ലി. അതുപോലെ തന്നെ എമർജൻസി, അല്ലെ, പെട്ടെന്ന് കൈകാര്യം ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ബ്ലഡ് കണ്ട് തല കറങ്ങുന്ന ആൾക്കാരൊന്നും ഫസ്റ്റ് എയ്ഡിന് പോവാതിരിക്കായിരിക്കും നന്നാവുക. ദെൻ സ്കോപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുക? റോഡ് ആക്സിഡൻറ്റ്സ്, ബേൺസ് ആൻഡ് വൂണ്ട്സ്, അല്ലെ? പെട്ടെന്നുണ്ടായ മുറിവുകള്, പൊള്ളലുകള്, ഫ്രാക്ചേഴ്സ് ആൻഡ് ഇഞ്ചുറീസ്, ഹാർട്ട് അറ്റാക്ക് എമർജൻസീസ്, അല്ലെ? CPR കൊടുക്കുക. സ്പോർട്സ് ഇഞ്ചുറീസ്, സ്കൂളിലൊക്കെ സാധാരണ വരാറുള്ള ഇഞ്ചുറീസ് ആണ്. പോയിസണിങ്, അല്ലെ? എന്തെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ. ദെൻ ഡ്രൗണിങ്, ഒരാൾ മുങ്ങി മരിക്കാൻ തുടങ്ങുകയാണ്, അല്ലെ? പുഴയിലൊക്കെ മുങ്ങുകയാണെങ്കിൽ നമുക്ക് നീന്തൽ അറിയെങ്കിൽ മാത്രം അവരെ രക്ഷിക്കാം കേട്ടോ. ദെൻ സ്നേക്ക് ബൈറ്റ്സ്, അല്ലെ? ഇപ്പൊ കുറച്ചു കാലം മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് പാമ്പ് കടി, വളരെ കോമൺ ആയിരുന്നു കേരളത്തില്. അപ്പൊ എന്തൊക്കെ ചെയ്യാം? ഹീറ്റ് സ്ട്രോക്ക്, സൂര്യാഘാതം, ഇലക്ട്രിക് ഷോക്ക് അടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് കോമഡിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അടുത്ത് പോയി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഷോക്ക് അടിക്കും, അല്ലെ? അങ്ങനെ അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഓരോന്നിനും ഡിഫറെന്റ് ആണ്. അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഫസ്റ്റ് എയ്ഡ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ക്വാളിറ്റീസ് ഓഫ് എ ഫസ്റ്റ് എയ്ഡർ. ഒരു ഫസ്റ്റ് എയ്ഡറിന്റെ ക്വാളിറ്റി എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ്, അല്ലെ? പാസീവ് ആവാൻ പാടില്ല, അതായത് അയാൾക്ക് ഒരു ബോധം വേണം അയാൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. നോളജ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. മാത്രമല്ല
ഓരോ സമയത്തും കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡിനെ പറ്റി അയാൾക്ക് അറിവുണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കോൺഫിഡൻസ്, അല്ലെ? ഒരു സംശയത്തോടെ അല്ലെങ്കിൽ പേടിയോടെ ഒന്നും അയാൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പേഷ്യൻസ്, ക്ഷമ വേണം. അതായത് മുറിവേറ്റ ഒരാളാണ് മുന്നിൽ കിടക്കുന്നത്. സിമ്പത്തി ആൻഡ് കൈൻഡ്നസ്, അല്ലെ? ഒബ്സർവേഷൻ സ്കിൽസ്, അപ്പൊ അയാൾക്ക് എന്താ പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. അതിന് ഒബ്സർവേഷൻ വേണം. ദെൻ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. അപ്പോ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റില്ല. ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, ഇപ്പൊ ഒരാളെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പൊ അതിന് ഫിസിക്കൽ ഫിറ്റ്നസ് അത്യാവശ്യമാണ് ഫസ്റ്റ് എയ്ഡർക്ക്. റെസ്പോൺസിബിലിറ്റി, ഒരാളെ നമ്മൾ രോഗത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അപ്പൊ അയാളുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കുറപ്പ്, അല്ലെ? അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം വേണം. കാംനെസ് ഡ്യൂറിങ് എമർജൻസീസ്, അതായത് അതിനേക്കാൾ വലിയ ബേജാറ് ഫസ്റ്റ് എയ്ഡർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ. ഒരു കാംനെസ്, അല്ലെ, ഉണ്ടായിരിക്കണം. ദെൻ കോസസ് ആൻഡ് സിംറ്റംസ് ഓഫ് COVID-19. നമുക്കറിയാം, നമ്മളൊക്കെ കടന്നുപോയ ഒരു സാഹചര്യമാണ് COVID-19 എന്നുള്ളത്. അപ്പൊ അതിന്റെ നമ്മൾ അനുഭവിച്ച കുറെ കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, പക്ഷെ പോയിന്റ്സ് റിമെമ്പർ ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണ്? Meaning, COVID-19 is an infectious disease caused by a coronavirus that mainly affects the respiratory system. കൊറോണ വൈറസ് ആണ് COVID-19 കാരണമാവുന്നത്, അല്ലെ? അത് എന്തിനെയാണ് ബാധിക്കുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ശ്വസന അവയവങ്ങളെ, അല്ലെ? ശ്വസന വ്യവസ്ഥയെയാണ്. ലങ്സ്, അതുപോലെ ട്രക്കിയ, അതുപോലെയുള്ള ശ്വസന വിൻ പൈപ്പ്, അതുപോലെയുള്ള അവയവങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. കോസസ് ഓഫ് COVID-19, കാരണങ്ങൾ എന്തൊക്കെയാ നമുക്ക് അറിയുന്നത് തന്നെയാണ്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. വൈറസ് ട്രാൻസ്മിഷൻ ത്രൂ ഡ്രോപ്ലെറ്റ്സ്, അല്ലെ? വായിലൂടെ മൂക്കിലൂടെയൊക്കെയുള്ള ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് ഇത് പകരുന്നത്. തുമ്മ, ചീറ്റുക, അല്ലെ? അതിലൂടെയൊക്കെ. ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്, ഇതുപോലെ തന്നെ ആർക്കെങ്കിലും രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് ഒഴിവാക്കുക. ടച്ചിങ് കണ്ടാമിനേറ്റഡ് സർഫേസസ്, അപ്പൊ നമുക്കറിയാം ഒരാളുടെ ഡ്രോപ്ലെറ്റ് ഉള്ള ഒരു സർഫേസിൽ നമ്മൾ തൊട്ടിട്ട് നമ്മൾ ഇതുപോലെ മൂക്കൊക്കെ തുടച്ചു കഴിഞ്ഞാൽ വി വിൽ ഓൾസോ ബി എഫക്റ്റഡ് വിത്ത് COVID-19. അതുകൊണ്ട് ആ രീതിയിലുള്ള ടച്ചിങ്സ് ഒക്കെ ഒഴിവാക്കുക, കണ്ടാമിനേറ്റഡ് സർഫേസസും പ്രതലങ്ങളൊക്കെ. പോർ വെന്റിലേഷൻ, പിന്നെ കാറ്റും വെളിച്ചൊന്നും ഇല്ലാത്ത മുറിയിൽ ഇപ്പൊ ഒരു രോഗി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് മറ്റേ ആൾക്കും കൊറോണ വൈറസ് പകരുന്നതാണ്. ക്രൗഡഡ് എൻവയറൺമെന്റ്, നമ്മൾ കൊറോണയുടെ സമയത്ത് കേട്ടിട്ടുള്ള ഒരു വാക്കായിരുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ്, അല്ലെ? അപ്പൊ ആളുകളായിട്ട് അടുത്തിടപഴകുമ്പോൾ കൊറോണ അല്ലെങ്കിൽ COVID-19 വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സിംറ്റംസ് എന്തൊക്കെയാണ്? കോമൺ സിംറ്റംസ്, ഫീവർ, അല്ലെ? പനി, കോഫ്, സോർ ത്രോട്ട്, തൊണ്ടവേദന, ഫെറ്റീഗ്, തളർച്ച, ഹെഡേക്ക്, അല്ലെ? ബോഡി പെയിൻ, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. സിവിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള സിംറ്റംസ് ആണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. കാരണം നമ്മൾ പറഞ്ഞു ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ചെസ്റ്റ് പെയിൻ, ലോസ് ഓഫ് ഓക്സിജൻ ലെവൽ, അല്ലെ? ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറയുക, അതാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാവുന്നത്. സിവിയർ വീക്ക്നെസ്. ദെൻ പ്രിവെന്റീവ് മെഷേഴ്സ്, അതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും? വാഷ് ഹാൻഡ്സ് റെഗുലർലി, അല്ലെ? ഓർമ്മയുണ്ടല്ലോ, ഹാൻഡ് വാഷ് ഒക്കെ അത്രയും പോപ്പുലർ ആയത് ഈ COVID-19 ശേഷമാണ്. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ, വെയർ മാസ്ക് വെൻ നെസസറി, അല്ലെ? മാസ്ക് ഒക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ഒരു കാലത്ത്. അവോയ്ഡ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് സിക്ക് പീപ്പിൾ, അപ്പൊ അവരുമായിട്ടുള്ള അടുത്ത ഇടപെടലുകൾ ഒഴിവാക്കുക. ഇംപ്രൂവ് വെന്റിലേഷൻ, കാറ്റും വെളിച്ചമൊക്കെ ഉള്ള മുറികൾ, അതായത് ജനലും വാതിലൊക്കെ തുറന്നിടുക. ഫോളോ വാക്സിനേഷൻ റെക്കമെൻഡേഷൻ, ഇപ്പൊ നമുക്കറിയാം COVID-19 വാക്സിൻസ് ലഭ്യമാണ്. അപ്പൊ ആ വാക്സിൻസ് എടുക്കുക. ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് എക്സസൈസ്, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവരിലാണ് പെട്ടെന്ന് കൊറോണ വൈറസ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷ്യസ് ഫുഡും എക്സസൈസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെ? എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ഡയറ്റ്, അതുപോലെ തന്നെ യോഗ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഈ ഹെൽത്തിന്റെ പാർട്ടിൽ നമ്മൾ അതുപോലെ ന്യൂട്രീഷൻ എന്താണ്, ഏതൊക്കെ ന്യൂട്രീഷനാണ് ശരീരത്തിന് ആവശ്യം, ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് ഈ ന്യൂട്രീഷൻസ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെ? നല്ല രീതിയിൽ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന് വേണ്ട ഒരു ഡയറ്റ്, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം? Balanced diet is one that provides all essential nutrients in proper amounts to maintain health, growth and energy. അല്ലെ? ഒരാൾക്ക് അയാളുടെ ആരോഗ്യത്തിനും ഗ്രോത്തിനും
എനർജിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഇസെൻഷ്യൽ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കോമ്പണൻസ് വേണം ഈ ബാലൻസ്ഡ് ഡയറ്റിൽ? കാർബോഹൈഡ്രേറ്റ് അല്ലെ, നമുക്ക് ബുദ്ധിയൊക്കെ വേണമെങ്കിൽ, എനർജി വേണമെങ്കിൽ എന്താണ്, കാർബോഹൈഡ്രേറ്റ് വേണം. പൾസസ് ഗ്രെയിൻസിലൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത്. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി. പിന്നെ പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽപ്സ് ഗ്രോത്ത് ആൻഡ് ടിഷ്യൂ റിപ്പയർ, മസിൽസ് ഫോർമേഷൻ ഒക്കെ പ്രോട്ടീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പൾസസിലൊക്കെയാണ് ഉള്ളത്. ദെൻ ഫാറ്റ്സ്, പിന്നെ ചിക്കനിലൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ ഫാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻസ് മീൻസ് ഡിസോൾവ് ചെയ്യുന്നത് ഫാറ്റിലാണ്. ഇറ്റ് പ്രൊവൈഡ് സ്റ്റോർഡ് എനർജി അല്ലെ, സ്റ്റോർഡ് എനർജി. ഫാറ്റ് ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. വൈറ്റമിൻസ്, എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ട്? കുറെ വൈറ്റമിൻസ്, ABC എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വൈറ്റമിൻസ് ഉണ്ട്. ഇറ്റ് പ്രൊട്ടക്ട് വൈറ്റമിൻസ് പ്രൊട്ടക്ട് ദ ബോഡി ആൻഡ് സപ്പോർട്ട് മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ദഹന വ്യവസ്ഥ. സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിച്ച് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യണം. അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം ഉണ്ടെങ്കിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. ദെൻ മിനറൽസ് അല്ലെ. മിനറൽസ് എന്തിനൊക്കെയാണ്? നെസസറി ഫോർ ബോൺസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫങ്ഷൻസ്. ഏതൊക്കെ മിനറൽസ് നമുക്കറിയാം അല്ലെ? കാൽഷ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ അയേൺ, ഇങ്ങനത്തെ മിനറൽസ് ഒക്കെ വളരെ അത്യാവശ്യമാണ്. ദെൻ വാട്ടർ, ഇറ്റ് റെഗുലേറ്റ്സ് ബോഡി പ്രോസസ്സസ്. ഫൈബർ അല്ലെ, ഫൈബർ വേണമെന്ന് പറയില്ലേ, ഡൈജഷന് ഫൈബർ വേണം. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്? ഇറ്റ് പ്രൊവൈഡ്സ് എനർജി അല്ലെ, സപ്പോർട്ട്സ് ബോഡി ഗ്രോത്ത്. വളർച്ചയ്ക്ക് ബാലൻസ്ഡ് ഡയറ്റ് വളരെ അത്യാവശ്യമാണ്. ഇംപ്രൂവ്സ് ഇമ്മ്യൂണിറ്റി, നല്ല ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. മെയിൻറ്റെയിൻസ് ഐഡിയൽ ബോഡി വെയിറ്റ് അല്ലെ. BMI ഒക്കെ നിങ്ങൾക്ക് അറിയാം, ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ. അപ്പൊ നല്ല BMI, അതായത് അണ്ടർ വെയിറ്റ് ആവാനും പാടില്ല, ഓവർ വെയിറ്റ് ആവാനും പാടില്ല. അപ്പൊ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവാൻ വേണം, എന്നാൽ അതൊന്നും ഓവർ ആവാനും പാടില്ല അല്ലെ. അപ്പൊ ആ ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ഈസ് വെരി ഇസെൻഷ്യൽ. പ്രിവെന്റ്സ് ഡിസീസസ് അല്ലെ, രോഗപ്രതിരോധ ശേഷി ഉള്ളത് കൊണ്ട് തന്നെ അസുഖങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നു. എൻഹാൻസ് മെന്റൽ പെർഫോമൻസസ്, ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് നമ്മൾ ഫിറ്റ് ആവും. സപ്പോർട്ട്സ് ഫിസിക്കൽ ആക്ടിവിറ്റി, നമുക്ക് ഓടാൻ ചാടാൻ പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവും. ദെൻ സൂര്യ നമസ്കാരം, യോഗയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസന അല്ലെങ്കിൽ ഒരു എന്താ പറയാ പോസ്ചറാണ് സൂര്യ നമസ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സൂര്യ നമസ്കാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൺ സല്യൂട്ടേഷൻ. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് 12 യോഗ പോസ്ചേഴ്സ് പെർഫോംഡ് ഇൻ എ ഫ്ലോവിംഗ് മാനർ ടു ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത് ആൻഡ് കോൺസെൻട്രേഷൻ. അപ്പൊ എന്തിനാണ് ഈ സൂര്യ നമസ്കാർ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർ ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട്സ് 12 യോഗ പോസ്ചേഴ്സ് അല്ലെ. അപ്പൊ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, കോൺസെൻട്രേഷൻ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനാണ് സൂര്യ നമസ്കാരം നടത്തുന്നത്. ഏതൊക്കെയാണ് 12 സ്റ്റേജസ് ഓഫ് സൂര്യ നമസ്കാരം? ഒന്ന് വീഡിയോ കാണുന്നത് നന്നായിരിക്കും. ഓക്കെ. ദെൻ പ്രാണാമാസന, ദാറ്റ് ഇസ് പ്രയർ പോസ്, കൈകൂപ്പി നിൽക്കുക. ദെൻ ഹസ്ത ഉദ്ദാസന, കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ഓക്കെ, റേസ്ഡ് ആംസ് പോസ്റ്റ്. ദെൻ പാദഹസ്താസന, അറിയാലോ, മുട്ടുവളയാതെ പതുക്കെ കുമ്പിട്ടിട്ട് നിലത്ത് തൊടുക. ദെൻ അശ്വ സഞ്ചലനാസന, അതായത് ഇക്വസ്ട്രിയൻ പോസ്, അതായത് പതുക്കെ കുമ്പിട്ടിട്ട് പാദഹസ്താസനയിൽ നിന്ന് പതുക്കെ കാലുകൾ പിന്നോട്ട് കൊണ്ടുപോകുക. ദണ്ഡാസന, സ്റ്റിക്ക് പോസ് അല്ലെ, അങ്ങനെ എന്താ പറയാ, നമ്മൾ 4 കാലിൽ നിൽക്കുന്ന ഒരവസ്ഥ. ദെൻ അഷ്ടാംഗ നമസ്കാര, 8 ലിംബ്ഡ് പോസ്, നമ്മൾ ഇങ്ങനെ എന്താ പറയാ കിടക്കുകയാണ് ആ അവസ്ഥയില്. ദെൻ ഭുജംഗാസന, കോബ്ര പോസ്, അതായത് കമിഴ്ന്ന് കിടക്കുക. അത് കഴിഞ്ഞിട്ട് കോബ്ര എന്താ ചെയ്യാ, തല ഉയർത്തി നോക്കും അല്ലെ, അതുപോലെ ചെസ്റ്റ് വരെ മുകളിലേക്ക് ഉയർത്തി നിൽക്കുക. ദെൻ പർവ്വതാസന, പതുക്കെ എന്ത് ചെയ്യാ, കൈകൾ തറയിൽ അമർത്തി 2 കാലുകളും എന്താ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഒരു നമ്മുടെ അരഭാഗം മുകളിലേക്ക് ഉയർന്നിട്ട് നിൽക്കുക, പർവ്വതം പോലെ. ദാറ്റ് ഈസ് പർവ്വതാസന. ദെൻ അശ്വസഞ്ചനാലാസന, വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, മുൻ കൈകളുടെ അടുത്തേക്ക് പാദങ്ങൾ കൊണ്ടുവരികയാണ്.
പിന്നെ അപ്പൊ പാദഹസ്താസനയുടെ പൊസിഷനായി അല്ലെ. എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ നമ്മൾ എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഹസ്ത ഉത്താസന, വീണ്ടും കൈകൾ മുകളിലേക്ക് ഉയർത്തുക, പ്രണാമാസന അല്ലെ. പ്രണാമം ചെയ്യുന്ന അവസ്ഥ, അതായത് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ ഇതാണ് 12 സ്റ്റേജസ് ഓഫ് 12 പോസസ് ഓഫ് സൂര്യ നമസ്കാരം. അപ്പൊ എന്തൊക്കെയാണ് സൂര്യ നമസ്കാരത്തിന്റെ ബെനിഫിറ്റ്സ്? ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി. ഉറപ്പാണ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരീരം നല്ല ഫ്ലെക്സിബിൾ ആവും. ആൻഡ് ഇറ്റ് സ്ട്രെങ്തൻസ് മസിൽസ്, എൻഹാൻസസ് ബ്രീതിങ്. ബ്രീതിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ യോഗ ചെയ്യുന്ന സമയത്ത്. ഇൻഹെയിലിംഗ് ആൻഡ് എക്സെയിലിംഗ്. ഇംപ്രൂവ്സ് ഡൈജഷൻ, റെഡ്യൂസസ് സ്ട്രെസ് അല്ലെ, ഇൻക്രീസസ് ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൂര്യ നമസ്കാരത്തിന്റെ ബെനിഫിറ്റ്സ്. ഓർഗനൈസിംഗ് ആൻഡ് കണ്ടക്ടിങ് ടൂർണമെന്റ്സ്, സ്പോർട്സ് മീറ്റ്. നമുക്കറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ ഒരു പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്കൂളുകളിൽ സ്പോർട്സ് മീറ്റും ടൂർണമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്? അപ്പൊ എന്താണ് സ്പോർട്സ് മീറ്റ് പറഞ്ഞു വെച്ചാൽ, ഇറ്റ് ഈസ് പ്ലാൻഡ് സ്പോർട്ടിംഗ് ഇവന്റ് കണ്ടക്ടഡ് ടു എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. കുട്ടികളുടെ പാർട്ടിസിപ്പേഷനും കോമ്പറ്റീഷനും ഒക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോർട്സ് മീറ്റ് സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്? ഫോം ഓർഗനൈസിംഗ് കമ്മിറ്റി അല്ലെ. ആദ്യം കമ്മിറ്റി ഫോം ചെയ്യണം. സെറ്റ് ഒബ്ജക്റ്റീവ്സ്, എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്തൊക്കെ ഇവന്റ്സ് നടത്തണം. സെലക്ട് ഡേറ്റ് ആൻഡ് വെന്യൂ അല്ലെ, എവിടെ, എന്ന് നടത്തണം, എവിടെ നടത്തണം. ഇപ്പൊ ഓരോ മത്സരങ്ങളും ഓരോ ഗ്രൗണ്ടിലായിരിക്കും നടക്കുന്നത്. ദെൻ പ്രിപ്പയർ ബഡ്ജറ്റ് അല്ലെ, അതിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അറേഞ്ച് എക്വിപ്മെന്റ്, നമ്മുടെ സ്കൂളിൽ ആ ഒരു എക്വിപ്മെന്റ് ഇല്ലെങ്കിൽ അടുത്ത സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ റെന്റിനോ അതെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ദെൻ രജിസ്ട്രേഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്. അതുപോലെ പുറത്തുനിന്നൊക്കെ ആളുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തം സ്കൂളിലാണെങ്കിലും കുട്ടികളെ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. മീൻസ് അവരുടെ പേര് വിവരങ്ങൾ ശേഖരിക്കാം. ദെൻ പബ്ലിസിറ്റി ആൻഡ് അനൗൺസ്മെന്റ്. മാത്രമല്ല ഇത് മറ്റുള്ളവരെ അറിയിപ്പിക്കുക അല്ലെ, നോട്ടീസിലൂടെയും സോഷ്യൽ മീഡിയ എന്നൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെയാണ് അറിയിപ്പിക്കുക. ദെൻ നമ്മുടെ സ്കൂളിലുള്ള സ്പോർട്സ് മീറ്റ് ആണെങ്കിൽ സ്കൂളിലുള്ള കുട്ടികളെ അറിയിക്കുക. ഓക്കെ. ദെൻ കണ്ടക്ട് ഇവന്റ്സ്. പിന്നെ നമ്മൾ സ്പോർട്സ് നടത്തുക. ലാസ്റ്റ് എന്താണ്? പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. സ്പോർട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് കൊടുക്കുക. ലാസ്റ്റ് ഇവാലുവേഷൻ, എങ്ങനെ ഉണ്ടായിരുന്നു, ബെറ്റർ പാട്ടുകൾ ഉണ്ടായോ, ബെറ്റർ ആക്കാനായിട്ട് അടുത്ത പ്രാവശ്യം ബെറ്റർ ആക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവാലുവേഷൻ. കണ്ടക്ടിങ് ടൂർണമെന്റ്സ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫിക്സ്ചർ പ്രിപ്പറേഷൻ അല്ലെ. ഫിക്സ്ചർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കുറെ മത്സരങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ചെയ്യണം അല്ലെ. ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ടിലേക്ക് പോകണം. അപ്പൊ നമുക്കറിയാം 48 ടീംസ് ഉണ്ടായിരുന്നു, അത് 32 ആയി, 16 ആവും. ഇനി 16 8 ആവും, 8 4 ആവും, 4 2 പിന്നെ 1. അപ്പൊ ഈ രീതിയിലുള്ള ആരോട് മത്സരിക്കണം എന്നൊക്കെ ഉള്ളത് മുന്നേ കൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതർവൈസ് അത് എന്തായിരിക്കും, ഒരു എന്താ പറയാ, ഇറ്റ്സ് നോട്ട് ഫെയർ അല്ലെ. അപ്പൊ ആദ്യം മുന്നോട്ട് തീരുമാനിച്ചിരിക്കണം. അപ്പൊ അതാണ് ഫിക്സ്ചർ ആദ്യം ഉണ്ടാക്കണം. സെലക്ഷൻ ഓഫ് ഒഫീഷ്യൽസ് അല്ലെ. പിന്നെ അതുപോലെ അമ്പയർ, അതുപോലെ തന്നെ റഫറി, ഇവരെയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക. ടൈം മാനേജ്മെന്റ്. അതുപോലെ നമുക്കറിയാം ഓരോ മത്സരത്തിന് ഇത്ര ടൈം വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് വേദികളൊക്കെ ഒരുക്കുക. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. അതുപോലെ തന്നെ പോയിന്റ് നില ഒക്കെ രേഖപ്പെടുത്താനായിട്ട് നോട്ടീസ് ബോർഡോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. റിസൾട്ട് ഡിക്ലറേഷൻ, ഓരോ മത്സരം കഴിഞ്ഞാലും റിസൾട്ട് പറയാം, പ്രൈസ് കൊടുക്കാം. ടൈപ്സ് ഓഫ് സ്പോർട്സ് മീറ്റ്സ് അല്ലെ. പലതരത്തിലുള്ള സ്പോർട്സ് മീറ്റ്സ് ഉണ്ട്. ഇൻട്രാമ്യൂറൽ സ്പോർട്സ് പറഞ്ഞു വെച്ചാൽ വിത്തിൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ സ്കൂളിൽ ഒരു സ്പോർട്സ് നടത്തുന്നതിനാണ് ഇൻട്രാമ്യൂറൽ സ്പോർട്സ് എന്ന് പറയുന്നത്. എക്സ്ട്രാ മ്യൂറൽ സ്പോർട്സ് എന്ന് പറഞ്ഞു വെച്ചാൽ കണ്ടക്ടഡ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ സബ് ജില്ല ജില്ലയൊക്കെ ആയിട്ട് ചെയ്യുന്ന പോലെ. ഇന്റർ ക്ലാസ് കോമ്പറ്റീഷൻ പറഞ്ഞു വെച്ചാൽ ബിറ്റ്വീൻ ക്ലാസ്. ഇന്റർ കൊളീജിയറ്റ് കോമ്പറ്റീഷൻ പറഞ്ഞാൽ ബിറ്റ്വീൻ കോളേജസ്. പിന്നെ 6th വൺ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെ. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? നമുക്കിപ്പോ ഇന്നത്തെ ഒരു യങ് ജനറേഷൻ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആവുന്നത് അവരുടെ ഫിറ്റ്നസിനെ പറ്റിയിട്ടാണ്. അപ്പൊ അവർക്ക് അതിനെ പറ്റി അറിയുന്നുണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്? ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് ദി എബിലിറ്റി ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ് എഫിഷ്യന്റ്ലി വിതൗട്ട് എക്സസീവ് ഫാറ്റീഗ് അല്ലെ. വല്ലാതെ തളർച്ചയില്ലാതെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ കോമ്പോണൻസ് എന്തൊക്കെ ഉണ്ടെങ്കിലാണ് ഒരാൾ ഫിറ്റ് ആണെന്ന് നമ്മൾ പറയാം? സ്ട്രെങ്ത്, എൻഡുറൻസ്. എൻഡുറൻസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സമയത്തേക്ക് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ. ഫ്ലെക്സിബിലിറ്റി അല്ലെ, സ്പീഡ് ഉണ്ടാവണം, കോർഡിനേഷൻ, അതായത് അവയവങ്ങൾ തമ്മിൽ കോർഡിനേഷൻ, പെട്ടെന്ന് എണീക്കുമ്പോൾ തല ചുറ്റി വീഴാനൊന്നും പാടില്ല. ബാലൻസ് ഉണ്ടായിരിക്കണം. എജിലിറ്റി മീൻസ് എനർജി ഉണ്ടായിരിക്കണം, ഒരു എന്താ പറയാ ചടുലത. ദെൻ ബെനഫിറ്റ്സ്, എന്താണ് അതിന്റെ ബെനഫിറ്റ്സ്? ഫിറ്റ് ആയി കഴിഞ്ഞാൽ എന്താ കാര്യം? ഹെൽത്തി ബോഡി വെയിറ്റ് അല്ലെ, BMI ഹെൽത്തി ആയിരിക്കും, ബെറ്റർ ഹാർട്ട് ഫങ്ഷൻ ഉണ്ടായിരിക്കും, ഇംപ്രൂവ്ഡ് ഇമ്മ്യൂണിറ്റി, ഓക്കെ, രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും അങ്ങനത്തെ ആളുകൾക്ക്, മെന്റൽ വെൽബീയിങ് ആയിരിക്കും, ബെറ്റർ പോസ്ചർ അല്ലെ. ഫിറ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടില്ലേ, നല്ല രസമാണ് അവരുടെ ശരീരഘടന കാണാനായിട്ട് അല്ലെ. ദെൻ ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്, അപ്പൊ അവർക്ക് ആ ഒരു നല്ല ശരീരം ഉണ്ട്, നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട്, രോഗങ്ങൾ വരുന്നില്ലെങ്കിൽ ദേ വിൽ ബി കോൺഫിഡന്റ്. ഇഫക്ട്സ് ഓഫ് എക്സസൈസ്, എക്സസൈസിന്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ്? സ്ട്രെങ്തൻസ് മസിൽസ് അല്ലെ, മസിൽസ് സ്ട്രോങ് ആവും, ഇംപ്രൂവ്സ് ലങ് കപ്പാസിറ്റി. ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഹെയിൽ എക്സൈൽ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലങ്സ് ഭയങ്കര സ്ട്രോങ് ആവും. എൻഹാൻസ് സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ കൂടും, കൺട്രോൾസ് ബോഡി വെയിറ്റ്, ഇംപ്രൂവ്സ് സ്ലീപ്പ് അല്ലെ. നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പും ഉണ്ടാവും. ദെൻ എയ്റോബിക് ആൻഡ് അനോറോബിക് എക്സസൈസസ്. ഇപ്പൊ പേര് പോലെ തന്നെ എയ്റോബിക് എക്സസൈസ് എന്ന് പറഞ്ഞു വെച്ചാൽ എക്സസൈസ് പെർഫോംഡ് വിത്ത് സഫീഷ്യന്റ് ഓക്സിജൻ. വാക്കിംഗ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, ശ്വാസം പിടിച്ചിട്ട് ഈ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനൈറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് പെർഫോംഡ് വിതൗട്ട് സഫീഷ്യന്റ് ഓക്സിജൻ ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. ഇത് കുറച്ചു നേരത്തേക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ സമയത്തേക്ക് നമ്മൾ ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ട് വേണം ചെയ്യാൻ. അതിന് എക്സാമ്പിൾസ് ആണ് സ്പ്രിന്റ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റിംഗ്. അതിന്റെ ഡിഫറൻസസ് എയ്റോബിക്കിന്റെയും എനൈറോബിക്കിന്റെയും ഡിഫറൻസസ് ആണ്. എയ്റോബിക് പറഞ്ഞു വെച്ചാൽ ലോങ് ഡ്യൂറേഷൻ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ആദ്യം എയ്റോബിക് അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ പ്രത്യേകതകളും ഡിഫറൻസസും ഒക്കെ എഴുതാം, പിന്നെ അനൈറോബിക് എഴുതാം, അല്ലെങ്കിൽ ഈ രീതിയിലും എഴുതാം. അപ്പോ എയ്റോബിക് ലോങ് ഡ്യൂറേഷൻ, കുറച്ച് വാക്കിങ്ങും സ്വിമ്മിങ്ങും റണ്ണിങ്ങും ഒക്കെ അങ്ങനെയാണല്ലോ, കുറച്ച് നേരം ഉണ്ടായിരിക്കും. ദെൻ മോഡറേറ്റ് ഇന്റൻസിറ്റി, ഭയങ്കര അങ്ങോട്ട് പ്രഷർ കൊടുത്തിട്ടും ശക്തി ഉപയോഗിച്ചിട്ടും ചെയ്യേണ്ട ഒരു എക്സസൈസ് അല്ല, മോഡറേറ്റ് ആയിട്ടുള്ള ശക്തിയൊക്കെ കൊടുത്താൽ മതി. യൂസസ് ഓക്സിജൻ. അനൈറോബിക് എക്സസൈസ് പറഞ്ഞ ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, ഹൈ ഇന്റൻസിറ്റി. വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ അങ്ങനെയല്ല, ഹൈ ഇന്റൻസിറ്റി, ഭയങ്കര പ്രഷറും പവറും ഒക്കെ കൊടുക്കണം. ലിമിറ്റഡ് ഓക്സിജൻ യൂസ്, ആ സമയത്ത് ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല, ശ്വാസം പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ദെൻ 10 മാർക്ക്. അപ്പൊ ഇത്രയും ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ 10 മാർക്ക് കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യാണ്. ദെൻ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് യോഗ. അപ്പൊ യോഗയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും, പക്ഷെ യോഗയിലൂടെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസും അതുപോലെ തന്നെ മെന്റൽ ഫിറ്റ്നസും ഉണ്ടാകും. ദെൻ ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ, എൻഹാൻസസ് ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്തൻസ് മസിൽസ് അല്ലെ, മസിൽസ് ഒക്കെ സ്ട്രോങ് ആവും, ഇംപ്രൂവ്സ് റെസ്പിറേഷൻ, ഇൻഹെയിൽ എക്സെയിൽ ഒക്കെ പ്രോപ്പർ ആവും, ബെറ്റർ ഡൈജഷൻ. ഇതാണ് ഇതിന്റെ ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ്. ഇനി സൈക്കോളജിക്കൽ, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ്ഡ് ആവാൻ യോഗ എങ്ങനെ സഹായിക്കുന്നു? റെഡ്യൂസസ് സ്ട്രെസ് അല്ലെ, നമ്മളുടെ സ്ട്രെസ് ഒക്കെ ഇല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് ചിന്തിക്കാനായിട്ട് പഠിക്കുന്നു. ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ, കൺട്രോൾസ് ഇമോഷൻസ് അല്ലെ, നമ്മള് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ ഇംപ്രൂവ്ഡ് ആവുന്നു. പിന്നെ അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവുന്നു, പ്രൊമോട്ട്സ് റിലാക്സേഷൻ. അങ്ങനെ യോഗ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും, ഹറി ബറി ഒന്നും ആയിരിക്കില്ല അവര്. ഇംപ്രൂവ് സെൽഫ് കോൺഫിഡൻസ് അല്ലെ, അവർക്ക് അവരിൽ തന്നെ നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. Then second one, effects of exercise on various body systems. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ബോഡി സിസ്റ്റത്തിന് എന്താണ് സംഭവിക്കുന്നത്? മസ്കുലർ സിസ്റ്റത്തിന് എന്താണ് സംഭവിക്കുന്നത്? എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽസ് സ്ട്രോങ് ആവും അല്ലെ, നമുക്കറിയുന്ന കാര്യമാണ്. സ്കെലിറ്റൽ സിസ്റ്റം, എല്ലുകൾക്കോ ഇംപ്രൂവ്സ് ബോൺ ഡെൻസിറ്റി. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഇംപ്രൂവ്സ് ഓക്സിജൻ സപ്ലൈ, ശ്വാസം എടുക്കുക, പുറത്ത് വിടുക. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തും പോവും, ഓക്സിജൻ ഉള്ളിലേക്കും വരും. ദെൻ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, ഹൃദയത്തിനോ സ്ട്രെങ്തൻസ് ഹാർട്ട് ബീറ്റ് നോർമൽ ആവും. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇംപ്രൂവ്സ് മെറ്റബോളിസം, ദഹനം ഇംപ്രൂവ് ചെയ്യും. നെർവസ് സിസ്റ്റം
ഇംപ്രൂവ്സ് കോർഡിനേഷൻ. അപ്പൊ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ദെൻ കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെ, അപ്പോ ദേ ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ബോഡി, വളരെ ഇമ്പോർട്ടന്റ് ഓർഗൻസ് ആണ്. ദെൻ ടൈപ്സ് ഓഫ് സ്പോർട്ട് മീറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഒന്നും കൂടെ പറയാം. ഇൻട്രാമ്യൂറൽ സ്പോർട്സ് മീറ്റ്സ് ഉണ്ട്, ദാറ്റ് ഇസ് വിത്തിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്സ്ട്രാമ്യൂറൽ മീൻസ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. റിക്രിയേഷണൽ മീറ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ഫോർ എൻജോയ്മെന്റ്, ഫ്രണ്ട്ലി മാച്ച് ഒക്കെ ഉണ്ടാവും. ദെൻ കോമ്പറ്റേറ്റീവ് മീറ്റ് ഫോർ അച്ചീവ്മെന്റ്, ലൈക്ക് അപ്പൊ നമ്മൾ കേരളോത്സവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മത്സരങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. ദെൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, കുറച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അതൊരു പാരഗ്രാഫ് ആയിട്ടാണ് എഴുതേണ്ടത്, ഡിഫറെന്റ് പാരഗ്രാഫ് ആയിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല. ബെനിഫിറ്റ്സ് ഓഫ് യോഗ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒന്നും കൂടെ ഓടിച്ച് പറയാം. യോഗ ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി, റെഡ്യൂസസ് സ്ട്രെസ് അല്ലെ, സ്ട്രെസ് ഒക്കെ ഇല്ലാതെ ആവുന്നു. ബെറ്റർ പോസ്ചർ, നമ്മള് എക്സസൈസ് ഫിറ്റ്നസിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ യോഗ ചെയ്താലും ബോഡി ഫിറ്റ് ആവും, നല്ല പോസ്ചർ ഉണ്ടാവുന്നു. ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ അല്ലെ, ആളുകൾക്ക് എന്താണ് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നു, മീൻസ് അവർക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിലൂടെ അല്ലെ മൈൻഡ്ഫുൾനെസ് ഒക്കെ ഉണ്ടാവും. ദെൻ എൻഹാൻസസ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇറ്റ് പ്രൊമോട്ട്സ് ഹെൽത്ത് അല്ലെ, ഡെവലപ്സ് ഡിസിപ്ലിൻ, നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാവും, ഒരു അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിന് ഉണ്ടാവും അല്ലെ. ദെൻ ബിൽഡ്സ് ടീം വർക്ക്, അതുപോലെ തന്നെ എന്താ പറയാ ടീം വർക്ക്, അതായത് ഒരു കോമ്പറ്റീഷൻ ഒക്കെ ആണെങ്കിൽ ആ ഒരു ടീം സ്പിരിറ്റ് ഒക്കെ ഉണ്ടാവും, അവർക്കിടയിൽ ഒരു കോപ്പറേഷൻ, കോമ്പറ്റേറ്റീവ്നെസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇംപ്രൂവ്സ് ലീഡർഷിപ്പ്, ക്യാപ്റ്റൻ ഒക്കെ ആക്കുന്ന ആൾക്കാർക്ക് ലീഡർഷിപ്പ് ഇംപ്രൂവ്ഡ് ആവും. ദെൻ എൻകറേജസ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡിസീസ് പ്രിവെൻഷൻ അല്ലെ, നമ്മുടെ രോഗങ്ങൾ ഇല്ലാതെ ആവുന്നു. ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ മാത്രമല്ല, നമുക്ക് നല്ല എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഐഡിയ ഒക്കെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാവുന്നു. അപ്പൊ എല്ലാ കോമ്പണൻസും ദിവസവും നമ്മൾ കഴിക്കണം. അപ്പൊ അത് ഏതൊക്കെ ഇപ്പൊ മിനറൽസ് ഒക്കെ ഏതൊക്കെ മിനറൽസ്, ഇപ്പൊ കാൽഷ്യം അല്ലെ, പാലില് മുട്ടയിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഐഡിയ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടുന്നു. പേഴ്സണൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു, അങ്ങനെ പേഴ്സണൽ ഹൈജീൻ ഉണ്ടാക്കിയെടുക്കുന്നു. മെന്റൽ ഹെൽത്ത് അവയർനെസ്, നമുക്കറിയാം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിറ്റി വെൽബീയിങ് അല്ലെ, അപ്പൊ അങ്ങനെ ഒരു നല്ല രീതിയിൽ അത് സമൂഹത്തോടും ഒക്കെ ഉള്ള ഒരു പ്രതിബദ്ധത ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാവും. കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നമുക്കറിയാം ഫസ്റ്റ് ടോപ്പിക് ആയിരുന്നു അല്ലെ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പറഞ്ഞാൽ പരകരുന്ന അല്ലെ, ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എക്സാമ്പിൾസ് ആണ് കോവിഡ്, ട്യൂബർകുലോസിസ്, മലേറിയ. അപ്പൊ അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം? ഹൈജീൻ അല്ലെ, പേഴ്സണൽ ഹൈജീനിലൂടെ, വാക്സിനേഷനിലൂടെ, ക്ലീൻ എൻവയറൺമെന്റിലൂടെയൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദെൻ എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഒന്നുകൂടെ ഓടിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്പോർട്സ് കോമ്പറ്റീഷൻസ് കണ്ടക്ടഡ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് ഈസ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ്. അഡ്വാൻറ്റേജസ്, എക്സ്പോഷർ അല്ലെ, നമ്മളെ ഇവിടെ നല്ല ഓട്ടക്കാരന് മറ്റുള്ള ഓട്ടക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊക്കെ ബെറ്റർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരുടെ ടെക്നിക്സ് എന്തൊക്കെ തരത്തിലുള്ള ആളുകളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ സ്പോർട്സ്മാൻഷിപ്പ് അല്ലെ, ആ ഒരു സ്പിരിറ്റ്, കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻ പറഞ്ഞാൽ കോമ്പറ്റീഷൻസ് വിത്തിൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ അഡ്വാൻറ്റേജ് പാർട്ടിസിപ്പേഷൻ, എല്ലാവർക്കും വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിന് പ്രത്യേക ടാലന്റ് വേണമെന്നൊന്നുമില്ല. എക്സ്ട്രാ മ്യൂറൽ ആവുമ്പോഴേക്കും നമുക്കറിയാം എന്താണ് സെലക്ടഡ് ആയിട്ടുള്ള ആളുകളെ അവിടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും അല്ലെ. ദെൻ സ്കിൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻസിന്റെ ബെനിഫിറ്റ്സ് ആണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് അല്ലെ, ആദ്യത്തെ എസ്സേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് സേവ്സ് ലൈഫ്, ഇറ്റ് പ്രിവെന്റ്സ് കോംപ്ലിക്കേഷൻസ്, ഇറ്റ് ഗിവ്സ് ഇമ്മീഡിയറ്റ് കെയർ അല്ലെ, ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ എസ്സേയിൽ ഡിസ്കസ് ചെയ്തതാണ്.
ഫിറ്റ്നസ് ഉണ്ടായി കഴിഞ്ഞാൽ ബെറ്റർ ഹെൽത്ത് അല്ലെ, നല്ല ആരോഗ്യം ഉണ്ടാവും, ഇംപ്രൂവ്സ് എനർജി, ഡിസീസ് പ്രിവെൻഷൻ, രോഗങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെ ഇതിന്റെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഒരു പോസിറ്റീവ് സൈഡ്സ് ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആസനാസ്. ആസനാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പലതരത്തിലുള്ള ആസനാസ് ഉണ്ട്. മെഡിറ്റേറ്റീവ് ആസനാസ് ലൈക്ക് പത്മാസന അല്ലെ, പിന്നെ റിലാക്സേഷൻ ആസനാസ് ഉണ്ട് ശവാസന പോലെ, കൾച്ചറൽ ആസനാസ് ഉണ്ട് ഭുജംഗാസന പോലെയുള്ള, ദെൻ തെറാപ്യൂട്ടിക് ആസനാസ് ഉണ്ട്, അതായത് ഹെൽത്ത് ഡെവലപ്മെന്റിന് പാദഹസ്താസന, അത് കുറെ സംഭവങ്ങളുണ്ട്. ബാക്ക് പെയിൻ, അതുപോലെ തന്നെ എന്താ പറയാ ഗോമുഖാസന അല്ലെ. ബേസിക് ന്യൂട്രീഷൻ. എന്താണ് ബേസിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ആൻഡ് യൂസിങ് ഫുഡ് അല്ലെ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം ദഹിച്ചിട്ട് നമ്മുടെ ശരീരം അതിന് വേണ്ട പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ന്യൂട്രീഷൻസ് ഒക്കെ എടുക്കുന്നു. അപ്പൊ മെയിൻ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ. ഇത്രയാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ബാലൻസ്ഡ് ഡയറ്റിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്, അല്ലെങ്കിൽ ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയംസ്. ഇത് മാത്രം പഠിക്കണം എന്നുള്ളതല്ല, അത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് അപ്പോ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ടോപ്പ് മാർക്സ് ഒക്കെ വാങ്ങാൻ പറ്റട്ടെ. അങ്ങനെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഇയേഴ്സ്. താങ്ക് യു.